2024 ബജറ്റിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായിരുന്നു ആണവോർജ്ജത്തിന് നൽകിയ ഊന്നൽ. വികസിത ഭാരതത്തിന്റെ ഊർജ്ജ മിശ്രിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായിരിക്കും ഇവ. ഈ സാഹചര്യത്തിലാണ് ഭാരത് സ്മോൾ റിയാക്ടർ എന്ന പേരിൽ സ്മോൾ മോഡുലാർ റിയാക്ടറുകളുടെ വികസനത്തിനായി സ്വകാര്യ മേഖലയുമായി കൈകോർക്കുവാനുള്ള തീരുമാനം ശ്രദ്ധേയമാകുന്നത്. അറിയാം ഈ സംരംഭത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ പൂർത്തിയാകുന്നത് നിലവിൽ തന്നെ വാർത്താ തലക്കെട്ടുകളിൽ സ്ഥാനം നേടിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മറ്റൊരു സുപ്രധാന ചുവടുവയ്പ്പാണ് SMR അഥവാ സ്മോൾ മോഡുലാർ റിയാക്ടർ എന്ന ആശയവും. In the interim budget, I had announced our strategy to sustain high and more resource efficient economic growth, along with the energy security in terms of availability, accessibility, and affordability. We will bring out a policy document on appropriate energy transition pathways that balances the imperatives of employment, growth, and environmental sustainability. Our government will partner with the private sector for 1. Setting up Bharat Small Reactors, 2. Research and development of Bharat Small Modular Reactor, and 3. Research and development of newer technologies for nuclear energy. The R&D funding announced in the interim budget will be made available for this sector also. Advanced ultra supercritical thermal power plants. The development of indigenous technology for advanced ultra supercritical thermal power plants with much higher efficiency has been completed. വളരെ ചെറിയ ഫുട്പ്രിന്റ് ആണ് സ്മോൾ മോഡുലാർ റിയാക്ടറിന്റെ ഏറ്റവും വലിയ സവിശേഷത. 1 ഹെക്ടറിന്റെ 10-1 കുറവ് മാത്രം മതിയാകും അത് സ്ഥാപിക്കാൻ. സുസ്ഥിര ന്യൂക്ലിയർ ഊർജ്ജത്തിന് കരുത്തു പകരുന്ന ഒരു ആശയം കൂടിയാണിത്. സമയവും ചെലവും അധികം ചിലവഴിക്കാതെ അവ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. കൂടാതെ SMR ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രാദേശികമായി തന്നെ ഉപയോഗിക്കുവാനും കഴിയും. ഗ്രിഡിലേക്ക് സംയോജനം കൂടി സാധ്യമായതിനാൽ നല്ല വഴക്കമുള്ള ഗ്രിഡ് ഉറപ്പുവരുത്തുവാനും ആവശ്യാനുസരണം ഊർജ്ജ വിതരണം നിയന്ത്രിക്കുവാനും സാധിക്കും. ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് വൈദ്യുതി യൂണിറ്റിന്റെ വിലയാണ്. ഒരു യൂണിറ്റിന് 4 രൂപ മാത്രം. എന്നാൽ SMR സ്വീകരണത്തിനും നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതിനും നമ്മൾക്ക് ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട്. സ്വകാര്യ മേഖലയെ ആകർഷിക്കുക എന്നതാണ് പ്രധാന മുൻഗണന. 2047ഓടെ 100 ജിഗാവാട്ട് ആണവശേഷി കൈവരിക്കാൻ സ്വകാര്യ മേഖലയെ ഉൾച്ചേർക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ മേഖല സ്വകാര്യ കമ്പനികൾക്ക് തുറന്നുകൊടുക്കുക. SMR വികസനത്തിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം അനുവദിക്കുന്നതിനായി 1962 ആണവോർജ്ജ നിയമം ഭേദഗതി ചെയ്യുന്നതുൾപ്പെടെ വേണ്ടിവരും. നിലവിലുള്ള PSUs അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചറുകൾക്ക് സ്വകാര്യ മേഖലയുമായി പങ്കാളിത്തം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. സാങ്കേതിക വിദ്യ കൈമാറ്റം ഉറപ്പുവരുത്തണം. ആണവോർജ്ജ കമ്മീഷൻ സ്വകാര്യ മേഖലയുടെ നിയന്ത്രണത്തിനായി പ്രത്യേക നയം രൂപീകരിക്കുകയും സ്ട്രാറ്റജിക് വാണിജ്യ ആണവ മേഖലകളെ വേർതിരിക്കുവാനും ഇനി തയ്യാറാകണം. ഇന്ത്യയിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തിന് ആണവോർജ്ജം തുറന്നുകൊടുക്കുന്നത് മത്സരവും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനും ഉയർന്ന ശേഷി കുറയ്ക്കുന്നതിനും ഇടയാക്കും. SMRന്റെ നിർമ്മാണവും കയറ്റുമതിയും ഇങ്ങനെ നമുക്ക് ഉറപ്പുവരുത്താം. മാലിന്യ ഏജൻസിയും നയവും സാധ്യമായ ആണവ അപകടങ്ങളിൽ നിന്ന് പ്രാദേശിക പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് ഒരു റേഡിയോ ആക്റ്റീവ് മാലിന്യ സംസ്കരണ ഏജൻസി സ്ഥാപിക്കുന്നത് ഇതിൽ നിർണായകമാണ്. ആകസ്മികമായ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള ആണവ മാലിന്യ നയം തയ്യാറാക്കാൻ സാധിക്കണം. കൂടുതൽ ഇൻഷുറൻസ് പരിരക്ഷയാണ് മറ്റൊരാവശ്യം. ആണവനാശത്തിനുള്ള സിവിൽ ബാധ്യത അഥവാ സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് നിയമം 2010 ആണവ ബാധ്യതയുടെ ഉത്തരവാദിത്തം സാങ്കേതിക ദാതാക്കളിലും ഓപ്പറേറ്റർമാരിലും ചുമത്തുന്നു. ഇൻഷുറൻസിലൂടെയും സർക്കാർ സഹായത്തിലൂടെയും ഈ ബാധ്യതയ്ക്ക് ധനസഹായം നൽകുന്നതിനുള്ള പരിമിതമായ ശേഷി സംബന്ധിച്ച് ആശങ്കകൾ നിലവിലുണ്ട്. അവ പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ടു വരേണ്ടിയിരിക്കുന്നു. ത്വരിതപ്പെടുത്തിയ സാങ്കേതിക കൈമാറ്റം മറ്റൊരു നിർണായക ഘടകമാണ്. ആഭ്യന്തര ഉൽപ്പാദനത്തിലൂടെയും കയറ്റുമതിയിലൂടെയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു വമ്പൻ SMR നിർമ്മാണ പ്രോഗ്രാം നമുക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ കുറച്ച് SMR അമേരിക്കയിൽ പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. സാങ്കേതിക കൈമാറ്റത്തിനായുള്ള ചട്ടക്കൂടിനായി സർക്കാർ US-മായി സഹകരിച്ച് പ്രവർത്തിക്കണം. വ്യാവസായിക പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ഇത് കമ്പനികളെ പ്രാപ്തമാക്കും. R&Dയും സഹകരണവും ഏറ്റവും സുപ്രധാനമാണ്. ഗവേഷണ സ്ഥാപനങ്ങളുമായി നിരന്തരമായ സമ്പർക്കവും ഗവേഷണത്തിന് നൽകുന്ന വ്യാവസായിക പിന്തുണയും ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറും.
മേക്ക് ഇൻ ഇന്ത്യയ്ക്കു കീഴിൽ ഇത്തരം വ്യാവസായിക പാർക്കുകളുടെ നിർമ്മാണവും ഒപ്പം തന്നെ നടക്കണം. SMR പ്ലാന്റുകളുടെ ഘടകതല നിർമ്മാണത്തിനും ഗവേഷണത്തിനും വേണ്ടിയുള്ള ഫലപ്രദമായ വ്യവസായവും അക്കാദമിക സഹകരണവും ഒപ്പം മതിയായ ഫണ്ടും ഉണ്ടാകണം. ഗ്രീൻ ടാക്സോണമിയിൽ ന്യൂക്ലിയർ ഊർജ്ജത്തെ ഉൾപ്പെടുത്തുക മറ്റൊരു ഘടകമാണ്. ലോകത്തെ നോൺ കാർബൺ വൈദ്യുതിയുടെ 4/1 ഇന്ന് ന്യൂക്ലിയർ പവർ വഴിയാണ് നിറവേറ്റുന്നത്. വൈദ്യുത ഗ്രിഡിനുള്ളിൽ സ്ഥിരതയും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കുന്നതാണ് ഏറ്റവും ആശ്രയിക്കാവുന്ന ഈ ഊർജ്ജ സ്രോതസ്. അപര്യാപ്തമായ സൗരോർജ്ജവും കാറ്റിന്റെ ലഭ്യതയുമില്ലാത്ത സമയങ്ങളിൽ നമുക്ക് ന്യൂക്ലിയർ ഊർജ്ജം വേരിയബിൾ RE ഉറവിടങ്ങൾക്കുള്ള ഒരു ബാക്കപ്പായി പ്രവർത്തിക്കാം. വിശാലമായ ഹരിത ടാക്സോണമി ചട്ടക്കൂടുകളിൽ അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ഊർജ്ജം ഉൾപ്പെടുത്തുക അനുയോജ്യമാണ്. കൂടുതൽ നിക്ഷേപം SMR മേഖലയിൽ വിന്യസിക്കാൻ അത് സഹായകമാകും. കാർബൺ അധിഷ്ഠിതമല്ലാത്ത വൈദ്യുതി വിതരണം ചെയ്യുന്നതിനും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ ഇടവേളകളിൽ ആശ്രയിക്കുവാനും REയിലേക്ക് മാറുമ്പോഴുള്ള ബേസ് ലോഡ് അഡ്ജസ്റ്റ് ചെയ്യുവാനും SMR അഥവാ സ്മോൾ മോഡുലാർ റിയാക്ടറുകളാണ് നമ്മുടെ ഭാവി. വലിയ ആണവ പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായി അവ എവിടെയും വേഗത്തിൽ തന്നെ ഉത്പാദിപ്പിക്കുവാനും വിന്യസിക്കുവാനും കഴിയും. ആണവോർജ്ജത്തിന്റെ കാര്യത്തിൽ സാങ്കേതികമായി ഇന്ത്യ മുന്നോട്ട് കുതിക്കേണ്ട കൃത്യമായ സമയമാണിത്.